Well, my dear friends, this is JFK once again here. Today we are discussing about the TikTok. അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ ബാൻ ചെയ്തതായിട്ട് അറിയാൻ കഴിഞ്ഞു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറയുന്ന 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ഗവൺമെന്റ്, മോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് എന്ന് എടുത്തു പറയേണ്ടി വരും, ഇവരിത് വളരെ മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കി ഇന്ത്യ ഇതിനെ ബാൻ ചെയ്തതായി നാം മനസ്സിലാക്കുന്നു. അന്ന് പലരും അതിനെ എതിർത്തിരുന്നു. പല കാരണങ്ങളെ കൊണ്ടും അവരതിന് കാരണം പറഞ്ഞിരുന്നത് നമ്മുടെ ഡാറ്റ, പലതരത്തിലുള്ള ഡാറ്റാസും ചോർത്തി കിടക്കുന്നു, പല സീക്രട്സും അവർ മനസ്സിലാക്കുന്നു. ഇന്ത്യയുടെ പല വ്യക്തികളുടെയും, ഇന്ത്യയുടേതോ അല്ലെങ്കിൽ മിനിസ്ട്രിയുടെയോ ഡിഫൻസ് സെക്ടറിന്റെയോ മാത്രമല്ല, അത്തരത്തിൽ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ഇൻഡിവിജ്വൽ വ്യക്തികളുടെ, സാധാരണക്കാരനായ നിങ്ങളുടെയും എന്റെയും അതുപോലെയുള്ള സെക്ടർ, പല ബാങ്കിങ് സെക്ടർ, പലതരത്തിലുള്ളതിന്റെയും ഡീറ്റെയിൽസ് ഇതുവഴിയായി ചൈനയ്ക്ക് കിട്ടുകയും ചൈന അതനുസരിച്ച് ഡാറ്റ ക്രിയേറ്റ് ചെയ്ത് നമ്മളെ പല രൂപത്തിലും പല വേറെ വല്ല ഗെയിമുകളിലേക്ക് കളിക്കുന്നതിനും റമ്മി കളിക്കുന്നതിനും അതിന് പറ്റുന്ന രീതിയിലോട്ട് ആളുകളെ സെലക്ട് ചെയ്യുന്നതിനും പല വിധത്തിലുള്ള തന്ത്രങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതെല്ലാം ഒരൊറ്റ അടിക്ക് നിർത്തലാക്കപ്പെട്ടിരുന്നു. ഇന്ന് USA അതേ സെയിം സ്റ്റെപ്പ് എടുത്തിരിക്കുന്നു. They try to completely ban this thing. അപ്പൊ ഇത്രയും വർഷം കൊണ്ട് ഇതിന് വളരെ അഡിക്റ്റായിരിക്കുന്ന USA ജനങ്ങള്, അമേരിക്കക്കാർക്ക് ഇത് വളരെ വിഷമം നൽകുന്ന ഒരു കാര്യമാണ്. അവർക്കത് വളരെ സങ്കടകരമായ കാര്യമാണ്. കാരണം ഇത്രയും വർഷമായി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ഇപ്പൊ സഡൻലി ബന്ധാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അവരിൽ ഉണ്ടാക്കാവുന്ന ഒരു ഇമ്പാക്ട് എന്താണെന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കാരണം ഇത് ഇവിടെ പലപ്പോഴും ഇത്തരം ചെറിയ ചെറിയ ഗെയിമുകള്, കാര്യങ്ങൾ ഇതെല്ലാം കളിച്ച് അവര് ആളുകൾക്ക് വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പലതും ചെയ്തു വെച്ചിരിക്കുന്നു. വെരി വെരി ഇൻട്രസ്റ്റിംഗ്. അത് മാറ്റുന്നതിന് ആരും തയ്യാറല്ല. ഈ ഇന്ത്യ ഗവൺമെന്റിന്റെ ഈ വിഷൻ വർഷങ്ങൾക്ക് 5 വർഷത്തെ കഷ്ടി 5 വർഷമായിട്ടാണ് മുമ്പ് ചെയ്തൊരു കാര്യമാണ്. 5 വർഷം കഴിഞ്ഞിട്ടാണ് ഇന്ന് അമേരിക്കൻ ഗവൺമെന്റിന് അത് അവരുടേതായ ബോധത്തിലോട്ട് കടന്നു വരുന്നത്. ചൈനക്കാർ ഇത്തരത്തിലുള്ള കളി കളിക്കുന്നു, അതനുസരിച്ച് നമ്മുടെ ആളുകളുടെ സാമ്പത്തിക വരുമാനങ്ങളും അവരുടെ നേട്ടങ്ങളും അവരുടെ മറ്റുള്ള എല്ലാ ഡീറ്റെയിൽസും അവർ ചോർത്തുന്നതായിട്ട് പറയപ്പെടുന്നു. ഇത് എത്രത്തോളം ശരിയാണ് എന്നുള്ളതിന് നമുക്ക് ഔദ്യോഗികമായിട്ടുള്ള ആളുകളുടെ അതിൻ്റെതായിട്ടുള്ള ഡോക്യുമെന്റും പ്രൂഫ് ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് താൽക്കാലികമായി നിർത്തിയിരിക്കുന്നു. ഇതേ സമയം തന്നെ ഇന്ത്യ ഗവൺമെന്റ് ഒരു കാര്യം വന്നു ചെയ്തിരുന്നു. കാരണം ഈ ടിക്ടോക്കിനെ പോലെ 250ഓളം ആപ്പുകൾ ചൈനയുടെ ബാൻ ചെയ്തിരുന്നു. അത് അവരെ സംബന്ധിച്ച് നെട്ടലൊടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവർക്കത് വളരെയധികം ദോഷം ചെയ്തിരുന്നു. സാമ്പത്തികമായിട്ടും അവരുടെ റവന്യൂ ഡൗൺ ചെയ്യത്തക്ക രീതിയിൽ അതിനെ ബാധിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതോടുകൂടി തന്നെ ഇന്ത്യ ഗവൺമെന്റ് തന്ത്രമായ ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് ഒരു സ്റ്റെപ്പ് കൂടി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിരുന്നു. ദേ ആർ പ്രൊവൈഡ് PLI സ്കീം, ഒരു ഇൻസെന്റീവ് സ്കീം കൊടുത്തിട്ട് നിങ്ങൾ അവിടെയുള്ള കമ്പനികൾ കുറ്റിയും പറിച്ചുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ പറഞ്ഞ ഭൂരി വിസ്തരം ബാധിക്കാവോ, നിങ്ങൾ നിങ്ങളുടെ ബെഡും കിടക്കിയും തലോണയെല്ലാം കൂട്ടിയിട്ട് ഇന്ത്യയിൽ വന്നിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര 50% നിങ്ങളുടെ എത്ര ചെലവിന്റെ പേയ്മെന്റ് കൊടുക്കുന്നു, അത് ഇൻസെന്റീവായിട്ട് തരുന്നു, മറ്റുള്ള ആനുകൂല്യങ്ങളെല്ലാം കൊടുത്തതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? ഇവിടെ ഒത്തിരി കമ്പനികൾ കടന്നു വന്നതിന്റെ ഫലമായിട്ട് ഇന്ത്യയുടെ മുഖച്ഛായ മാറത്തക്ക രീതിയിലോട്ട് കാര്യങ്ങൾ വന്നിരിക്കുന്നു. ഇന്ത്യയുടെ മുഖച്ഛായ മാറുക എന്ന് പറഞ്ഞാൽ എന്താണ്? കുടിൽ വ്യവസായം ചൈനയുടെ ഒരു വളരെ വലിയ ഒരു വിജയം തന്നെയാണ്. അതേപോലെയുള്ള കുടിൽ വ്യവസായം ഇന്ത്യയിലുമായി ഇന്ത്യയിലാക്കാമല്ലോ. അതാണ് ഇന്ത്യ ഗവൺമെന്റ് തന്ത്രപരമായി ചെയ്തിരിക്കുന്നത്. അതിനാൽ നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ വളരെ വലിയ ലെവലിലെ കമ്പനികളും അവരുടെ പ്രൊഡക്ഷൻസും, എന്തിനധികം ആമിനേഷൻ സെക്ടറിൽ വരെ വളരെയധികം നമ്മൾ കുതിച്ചു മുന്നോട്ട് വന്നിരിക്കുന്നു. ഇന്നിപ്പോൾ താങ്കൾക്ക് എല്ലാവർക്കും ഞാൻ എടുത്തു പറയാതെ തന്നെ അറിയാം, അർമേനിയ ആൻഡ് അസർബൈജാൻ തമ്മിലുള്ള യുദ്ധത്തിലെ ഒരു ഭാഗത്തിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. ലേറ്റസ്റ്റ് ആയിട്ട് ഫ്രാൻസും ഇന്ത്യയും കൂടി നിർമ്മിക്കുന്ന തോക്കുകളുടെ ആർട്ടിലറിയുടെ ഡിമാൻഡ് വന്നതായിട്ടും മനസ്സിലാക്കാൻ കഴിയും. അതായത് 150 മില്ലിമീറ്റർ ഡയാമീറ്ററിന്റെ ഗണ്ണുകളുടെ റിക്വയർമെന്റ് വളരെ വലിയ തോതിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ആമിനേഷൻസ്, മറ്റുള്ള റഡാർ, അങ്ങനെ പല പല കാര്യങ്ങളിലും അത് എടുത്തു പറയത്തക്ക വളർച്ച നമുക്ക് നേടിയിരിക്കുന്നു. അതിനാൽ വിദേശ നാണ്യത്തിന്റെ ഒരു ഇൻകമിങ്, പണ്ട് നമ്മളെല്ലാം വിദേശ രാജ്യങ്ങളിൽ നിന്ന് മേടിച്ചുകൊണ്ടിരുന്നൊരു കാലമായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ സ്വന്തം നാട്ടിൽ ഉത്പാദിപ്പിക്കുന്നതിനും
ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് അത് കാരണമായിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ ഡെവലപ്മെന്റ് എന്താണ് കാണിക്കുന്നത്? നമ്മുടെ ഇന്നത്തെ നാട്ടിലെ കേരളത്തിലെ എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ കേരളീയരായി പഠിച്ചു അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉള്ളവരെന്നൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും എല്ലാവരും നമ്മൾ പോകുന്ന ഒരു കാലത്ത് മിഡിൽ ഈസ്റ്റിനെ മാത്രം ആശ്രയിച്ചു നിന്നിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇന്നും ഒരു പരിധിവരെ മിഡിൽ ഈസ്റ്റിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതിന്റെ കാലം കഴിഞ്ഞതായിട്ട് വേണം മനസ്സിലാക്കാൻ. ഇന്ന് ഇവിടെയുള്ള കുട്ടികളെല്ലാവരും യൂറോപ്പിലോട്ടും കാനഡ, മറ്റ് ആഫ്രിക്കൻ പല രാജ്യങ്ങളിലോട്ടും വേൾഡിന്റെ പല ഭാഗങ്ങളിലോട്ടും പോകുന്നു. പക്ഷേ എനിക്കിതുകൊണ്ട് ഇന്നൊന്ന് പറയാനുള്ളത്, ഇന്ത്യൻ എന്ന് പറയുന്ന രാജ്യത്ത് ഇതിന്റെ ഡെവലപ്മെന്റിന്റെ വിത്തുകൾ വിതച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ വിത്തുകൾ മുളയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ മുളയ്ക്കൽ തുടങ്ങുന്നതിന്റെ ഫലമായിട്ട് ഇന്ത്യയിൽ നല്ല നല്ല റോഡുകൾ ഉണ്ടാകുന്നു. അമേരിക്കയിലൂടെ കടപിടിക്കുന്ന രീതിയിൽ ഇനി അടുത്ത വർഷത്തേക്ക് കൂടി അമേരിക്ക സെക്കൻഡ് ലെവലിലോട്ട് കടന്നു വന്നിരിക്കും. സെക്കൻഡിൽ നിൽക്കുന്നതിന് ഫസ്റ്റിലോട്ട് കയറുമെന്നാണ് പറയപ്പെടുന്നത്. റോഡുകൾ വന്നിരിക്കുന്നു, പാലങ്ങൾ വന്നിരിക്കുന്നു, ട്രെയിനുകളിൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. വന്ദേ ഭാരത് തൊട്ട് ജനാബ്ദി പല വിധത്തിലുള്ള ട്രെയിനുകളും മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ട്രെയിനിന്റെ ക്വാളിറ്റി മാറ്റം വന്നിരിക്കുന്നു, സ്പീഡിൽ മാറ്റം വന്നിരിക്കുന്നു. ഇതെല്ലാം സ്വന്തമായി ഇന്ത്യ ഉത്പാദിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. അതുകൂടാതെ തേജസ് ലെവലിലുള്ള പല യുദ്ധവിമാനങ്ങളും ഉത്പാദിപ്പിക്കുന്ന ലെവലിലോട്ട് കടന്നു വന്നു. അതിലും അമേരിക്ക നമുക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. കാര്യം കാവേരി എഞ്ചിൻ കൊടുക്കാതെ കണ്ട് ഡിലേ ആക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയി. ഇപ്പോൾ അത് റഷ്യയുടെ കയ്യിൽ നിന്നും വാങ്ങി നമ്മൾ അതിന്റെ പ്രശ്നം പരിഹരിക്കുന്നു. സൈമിൾട്ടേനിയസ്ലി വി ആർ പ്ലാനിങ് ടു ബിൽഡ് ഇറ്റ് ഇൻ ഇന്ത്യ. സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. എങ്കിലും അത്ര ഈസിയുള്ള കാര്യമല്ല. പക്ഷേ ഈസി അല്ലാത്ത കാര്യങ്ങളല്ല. ധനിസവി ഇതുകൂടാതെ സ്വന്തമായിട്ടുള്ള ഫ്ലൈറ്റുകളും എയർക്രാഫ്റ്റുകളും ജർമ്മനിയുമായി സഹകരിച്ചുകൊണ്ടും മറ്റുള്ളവരുമായി സഹകരിച്ചുകൊണ്ടും സ്പെയിനുമായി സഹകരിച്ചുകൊണ്ടും ഇവിടെ ഉത്പാദിപ്പിക്കുന്നു. ടാറ്റ എന്നൊരു കമ്പനിയാണ് അതിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇതിനെല്ലാറ്റിനും ഉതകുന്ന രീതിയിലുള്ള ചിപ്പ് നിർമ്മാണം ഇന്ത്യയിൽ വളരെയധികം മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. 4 സ്ഥലങ്ങളിൽ ആൾറെഡി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഗുജറാത്തിൽ ദുലേര ആൻഡ് ആസാം, അങ്ങനെ 4 സ്ഥലങ്ങളിലായിട്ടാണ് അത് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. അത് തന്നെയല്ല, വികസിതമല്ലാതെ കിടന്നിരുന്ന രാജ്യങ്ങളില് ഇന്ത്യ ഗവൺമെന്റിന്റെ ഈ തന്ത്രത്തിന്റെ ഫലമായിട്ട് അവിടെയുള്ളവർക്ക് എല്ലാവർക്കും ജോലി കിട്ടുകയും അവരെല്ലാവരും ഒരു ജോലി, അതായത് ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്ത് അവരുടെ അമ്മയും അച്ഛനും മറ്റുള്ളവരും സന്തോഷകരമായി ജീവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അളവോ പല ഓട്ടോമൊബൈൽ രംഗത്ത് നിന്ന് ഇപ്പൊ നാമെല്ലാം കളിയാക്കിക്കൊണ്ടിരുന്ന തമിഴന്മാരുടെ സ്ഥലമാണ് ഇന്നിപ്പോ ഇന്ത്യയിലെ ഡിട്രോയിറ്റ് എന്നറിയപ്പെടുന്നത്. അവിടെയെല്ലാം ഓട്ടോമാറ്റിക് റോബോട്ടിക് യുഗം ആരംഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഇവിടുന്ന് പഠിച്ചിറങ്ങിയിരിക്കുന്ന ഒരുവിധം എല്ലാ വിദ്യാർത്ഥികൾക്കും, സ്റ്റുഡൻസിനും വിദേശങ്ങളിൽ പോയി പഠിക്കുക, ഹയർ റാങ്കിൽ പഠിച്ച് അവിടുന്ന് തിരിച്ചിവിടെ വന്ന് ജോലി ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനം അവർക്ക് കിട്ടും, അവർക്കുണ്ട്. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ തന്നെ കാണുന്നത്, എന്റെ സ്വന്തം ആളുകൾ തന്നെ അവിടെ കാണുന്നു. നേരം വെളുത്ത് വണ്ടി എടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ 5 ഇഞ്ച് 6 ഇഞ്ചുള്ള ഐസ് കട്ട മാറ്റിയിട്ട് വേണം കാർ എടുക്കാനായിട്ട്. വീട്ടിൽ ഇന്നുവരെ ചൂടെടുത്തടിക്കാത്ത ആൾക്കാരും അല്ലെങ്കിൽ ഒരു പണിയും ചെയ്യാത്ത ആൾക്കാരും മക്കളൊക്കെ പോയിട്ടാണ് ഇതെല്ലാം കഷ്ടപ്പെട്ട് അവിടെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്കത് സങ്കടമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ജീവിതത്തിന്റെ ഭാഗമാണ്. എന്റെ ഇവിടുത്തെ ഗവൺമെന്റിന് ഇന്ന് അതിനുള്ള കഴിവില്ല എന്ന് പറയുന്നതിൽ എനിക്കും വിഷമമുണ്ട്. ഇവിടെ പറയാതിരിക്കാൻ നിവൃത്തിയുണ്ടോ? ഇവിടെ എന്താണ് നടക്കുന്നത്? ഇവിടുത്തെ ഗവൺമെന്റിന് പലതും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ചെയ്യാനുള്ള അതിനുള്ളൊരു ഇച്ഛാശക്തിന്റെ, അതിനുള്ള കഴിവും അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറും ഇല്ലാത്തൊരവസ്ഥയിലാണ് നമ്മുടെ കേരളം നിൽക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൽ എന്ത് പറ്റുന്നു? കേരളത്തിൽ നമുക്ക് ലോട്ടറി കച്ചവടം, കള്ള് കച്ചവടം, ടാക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഇവിടുത്തെ ജനങ്ങൾ അത്ര രീതിയിൽ വളർന്നു വരട്ട്. അതിന് കൈയടിക്കുന്ന കുറെ നല്ലവരായ കുറെ നാട്ടുകാർ നമുക്കുണ്ട്. ഇതൊക്കെ മതി എന്നാണ് അവർ വിചാരിക്കുന്നത്. അല്ല, ഇവിടെയുള്ള പൊളിറ്റീഷ്യൻസിന് മാത്രം 5 സ്റ്റാർ ഭക്ഷണം കഴിച്ചാൽ പോരാ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇവിടുത്തെ പാവങ്ങളായ ജനങ്ങളും അവരും അറ്റ്ലീസ്റ്റ് ഒരു 3 സ്റ്റാർ 4 സ്റ്റാർ ലെവലിലേക്ക് ഭക്ഷണമെങ്കിലും കഴിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഇവിടെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, 10 രൂപയ്ക്ക് 20 രൂപയ്ക്ക് ഊട് കൊടുക്കുന്നു, കമ്പനി ഉണ്ടാക്കി, ഭയങ്കര സംഭവം, കൈയടിച്ചു, ചെണ്ട കുട്ടി, എല്ലാവരും അതിനെ ഉദ്ഘാടിച്ചുകൊണ്ട് കൊണ്ടു നടക്കുന്നു. പക്ഷേ ഇത് 2 ദിവസം ഞാൻ കാണുന്നില്ല. അത് ഉണ്ടാക്കിയാൽ പണക്കാരനായി വയറ് നിറച്ചത് ഉറ്റിയാ പൊട്ടുന്ന രീതിയിൽ നടക്കുന്നത്.
അവർ വല്ല മറ്റേന്തെങ്കിലും ഒരു പേരും പറഞ്ഞ് അതിന്റെ പിന്നാലെ നടക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നിർത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ ചീഫ് മിനിസ്റ്റർ ലെവലുള്ള ആളുകൾക്ക് അതിനെ മാറ്റണം എന്നൊരു വളരെ ആഗ്രഹമുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്റെ നാട് വളരണം എന്നുള്ളൊരു കാഴ്ചപ്പാട് വന്നു. കമ്മ്യൂണിസം എന്നുള്ളത് നാടിന് വിപത്താണെന്ന് അവരും തിരിച്ചറിയുന്നു. പക്ഷെ പുറത്തു പറയാൻ പറ്റത്തില്ല. കാരണം അവരൊരു ഭാഗത്ത് ഇതിന്റെ പാർട്ടായിരുന്നുകൊണ്ട് അവർക്ക് നല്ലത് ചെയ്യണമെന്നുണ്ടെങ്കിലും ചെയ്യാൻ പറ്റത്തില്ല, അണികൾ സമ്മതിക്കത്തില്ല. ഇത്തരം പ്രശ്നങ്ങളും ഇവിടെ ഉണ്ട്. ഇതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അവർക്ക് ഇച്ഛാശക്തി ഉണ്ടായതുകൊണ്ട് മാത്രമല്ല നടത്താൻ മറ്റുള്ളവർ സമ്മതിക്കത്തില്ല. കാര്യം അവരൊരു കാലത്ത് അത്തരത്തിലുള്ളവരുടെ ഭാഗമായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ. നമ്മളതിനെ കുറ്റം പറയുന്നതിലും പറ്റില്ല. അതിനും അതിൻ്റെതായിട്ടുള്ള നല്ല വശങ്ങളുമുണ്ട്, പൊട്ടവശങ്ങളുമുണ്ട്. അപ്പോ ഇവിടെ നമ്മൾ പറഞ്ഞു വന്ന സബ്ജക്ട് ടിക്ടോക്ക് എന്ന് പറയുന്ന ഒരു സംഭവം ചൈനയ്ക്ക് ഒരു വലിയൊരു അടി കൊടുത്തിരിക്കുന്നു. പക്ഷെ ഇതുകൊണ്ടൊന്നും ചൈനയുടെ ഇന്റേണൽ സെറ്റപ്പ് കണ്ട് അമേരിക്കൻ തന്നെ ഞെട്ടിയിരിക്കുകയാണ്. ഷാങ്ഹായ്, ബീജിംഗ് ഇത്തരത്തിലുള്ള ഹൈ റൈസ് ബിൽഡിങ്ങുകൾ, അവരുടെ റോഡുകൾ, അവരുടെ ഡെവലപ്മെന്റ്സ്, ഇൻഫ്രാസ്ട്രക്ചർ, മോണോ റെയില്, മറ്റേ ഇത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും നോക്കുമ്പോൾ അമേരിക്കയിൽ പോലും ഇല്ലാത്ത രീതിയിലാണ് അവർ വളർന്നിരിക്കുന്നത്. അതൊരു അസൂയാപരമായ വളർച്ചയാണ്. അത് നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. ഇന്നിപ്പോ ഏറ്റവും കൂടുതലായിട്ട് അവര് എക്സ്പോർട്ടിംഗ് സെക്ടർ ഭയങ്കരമായിട്ട് വളർന്നു. അതും അമേരിക്ക കണ്ണു തള്ളിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമാക്കിയായിട്ടാണ് ഇത്തരത്തിലുള്ള സ്റ്റെപ്പ് എടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എനിവേ, കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ ഇന്ത്യയിൽ മൊത്തമായിട്ടും ഇത്തരം കാര്യങ്ങൾ കടന്നു വരുന്നതുകൊണ്ട് നമ്മുടെ കുട്ടികളൊന്നും ഇനി വിദേശത്തേക്ക് കടന്നു പോകാത്ത രീതിയിൽ ഇവിടെ തന്നെ ജോലി കിട്ടുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിന് വിറങ്ങം വെക്കുന്ന ആരാണെങ്കിലും ഒന്നും ഇരുന്ന് ആലോചിച്ച് നിങ്ങളുടെ നാടാണ്, നിങ്ങളുടെ വീടാണ്, നിങ്ങളുടെ മക്കളാണ് പോകുന്ന അവസാന കാലഘട്ടത്തില് ഇവിടെ ആരോ പറഞ്ഞ പോലെ ഒരു വയസ്സായ കിളവി ഒരു പട്ടിയും മാത്രമായി അവശേഷിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് നിങ്ങൾ കടന്നു വരാൻ ഇടകൊടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഭാരത് മാതാ കി ജയ്. നിങ്ങൾക്കെല്ലാവർക്കും വൺസ് അഗെയിൻ നമസ്കാരം. ബൈ ബൈ ഫ്രം JFK.